Hello friends, welcome back to Technique Malayalam. In നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഫോൾഡബിൾ ഡിവൈസിനെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾ ടൈറ്റിൽ ഓൾറെഡി വായിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു. Xiaomi Mix Fold 3. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഫോൾഡബിൾ ഡിവൈസസ് ആണ് ഇറക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ആക്ച്വലി നമുക്കറിയാം ആകെ സാംസങ് മാത്രമേ ഫോൾഡബിൾ ഡിവൈസസ് ഇറക്കുന്നുള്ളൂ. ബാക്കി ബ്രാൻഡ്സ് ഒന്നും ഇതുവരെ ഇറക്കിയിട്ടില്ല. പക്ഷേ നമുക്ക് ഷവമീൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയ Xiaomi Mix Fold 3 എന്ന് പറഞ്ഞ ഡിവൈസ്, അതായത് തേർഡ് ജനറേഷൻ ഡിവൈസാണ് Xiaomi Mix Fold 2 എന്നും അതേപോലെ Fold 3 ആണ്. മിക്സ് ഫോൾഡ് എന്നാണ് അവരുടെ ഫോൾഡബിൾ ഡിവൈസസിൻ്റെ പേര് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഹാൻഡ്സ് ഓൺ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയിലേക്ക് അത് ഒരു എക്സ്പീരിയൻസിന് വേണ്ടി കൊണ്ടുവന്നതാണ്. അപ്പോൾ മീഡിയ പ്രിവ്യൂവിന് വേണ്ടി കൊണ്ടുവന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഫോൾഡബിൾ ഡിവൈസസിന് അതിൻ്റേതായ ഒരു പ്രത്യേകത ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതും Xiaomi 13 Proയും 13 Ultra'നൊക്കെ പോലെ തന്നെ ലൈക്ക ട്യൂൺഡ് ക്യാമറാസ് ആണ്. അപ്പോൾ അതൊരു എക്സൈറ്റിംഗ് ആണ്. നമ്മൾ ഫോൾഡബിൾ മാത്രമല്ല, ഫോൾഡിങ് ഫോം ഫാക്ടർ മാത്രമല്ല, അതിനൊപ്പം തന്നെ ലൈക്ക ക്യാമറസും കൂടി ഇൻക്ലൂഡഡ് ആണ്. ക്വാഡ് ക്യാമറ സെറ്റപ്പാണ്, ടെലിഫോട്ടോ ഉണ്ട്, അതേപോലെ പോർട്രേറ്റ് ലെൻസ് ഉണ്ട്. നമുക്ക് Xiaomi 13 Proയിൽ കണ്ട അതേ പോർട്രേറ്റ് ഓപ്ഷൻസ് ഒക്കെ തന്നെ നമുക്ക് മിക്സ് ഫോൾഡ് 3യിലും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആക്ച്വലി ഇത് Xiaomi ഒരു ചെറിയൊരു ഇവൻറ്റ് വെച്ചതാണ്. അപ്പോൾ നമുക്ക് വളരെ ചുരുക്കം ടൈമേ ഇത് ടെസ്റ്റ് ചെയ്യാൻ കിട്ടിയുള്ളൂ. അപ്പോൾ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് നമ്മൾ ഇതിലൂടെ പങ്കുവയ്ക്കാം. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. അതേപോലെ തന്നെ ബെല്ലൈക്കോടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ Xiaomiൻ്റെ മിക്സ് ഫോൾഡ് നമ്മൾ ആദ്യം തന്നെ കയ്യിൽ എടുക്കുമ്പോൾ തന്നെ നമുക്കത് വളരെ ഒരു സ്റ്റൈലിഷ് ഫോം ഫാക്ടറാണ്. നമ്മുടെ സാംസങ് ഫോൾഡിനൊക്കെ എന്താ വെച്ചാൽ വളരെ തിക്കർ ഡിവൈസാണ്, നല്ല കയ്യിൽ നല്ല തിക്നെസ് കാണും. പക്ഷേ ഇവിടെ നമുക്ക് എന്താ വെച്ചാൽ വളരെ ഒരു സ്ലിം ഫോം ഫാക്ടർ എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്. കാരണം തിക്നെസ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് ആക്ച്വലി വൺ ഓഫ് ദ സ്ലിമ്മസ്റ്റ് ഫോൾഡ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഫോൾഡഡ് ആയിട്ട് വെറും 10.9 mm തിക്നെസ്സേ ഉള്ളൂ. അൺഫോൾഡഡ് ആയിട്ട് വെറും 5.3 mm ആണ്. അത് വളരെ സ്ലിം ഫോം ഫാക്ടറാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ആക്ച്വലി ഇൻ ഹാൻഡ് തന്നെ വളരെ സ്ലിമ്മാണ്. ഇൻ ഹാൻഡിൽ നമുക്ക് കയ്യിൽ എടുക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മളൊരു നോർമൽ ഫോൺ ഉപയോഗിക്കുന്ന പോലെ തന്നെ എടുക്കണ്ടില്ല. 10.9 mm ആണ് ഇതിൻ്റെ തിക്നെസ് ഫോൾഡഡ്. പിന്നെ ഇത് കംപ്ലീറ്റ് നമുക്കറിയാം പ്രീമിയം മെറ്റീരിയൽ യൂസ് ചെയ്തിരിക്കുന്നത്. എന്താ പറയുക, നല്ല ഒരു ഫിനിഷാണ്, സോളിഡ് മെറ്റൽ ബോഡിയാണ് കൊടുത്തിരിക്കുന്നത്. അതിനൊപ്പം തന്നെ ബാക്കിൽ നമുക്ക് ക്വാഡ് ക്യാമറ സെറ്റപ്പാണ്. ഫ്രണ്ടിലെ ഡിസ്പ്ലേയും നല്ലൊരു ഡിസ്പ്ലേ ആണ്. നമ്മൾ എന്താ പറയുക, റെഗുലർ കാണുന്ന പോലത്തെ ഒരു ഡിസ്പ്ലേ അല്ല. കാരണം ഇതിനകത്തൊരു യൂസബിൾ ഡിസ്പ്ലേ ആണ്. നമ്മളിപ്പോൾ അൺഫോൾഡഡ് ആയിട്ട് യൂസ് ചെയ്യണമെന്നില്ല, ഫോൾഡഡ് ആയിട്ട് നമുക്ക് പ്രോപ്പർ ഒരു സ്മാർട്ട് ഫോൺ പോലെ യൂസ് ചെയ്യാവുന്നത്. കണ്ടില്ലേ, വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. കാരണം ഒരു ഫോൾഡബിളിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ 255 ഗ്രാംസേ വരുന്നുള്ളൂ. അത് ഒരു ഫോൾഡബിൾ ഡിവൈസിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നല്ല ഒരു ഫോം ഫാക്ടറാണ്. നമുക്ക് ഡെഫിനറ്റ്ലി ഇതിനെക്കുറിച്ച് പറയാൻ സാധിക്കും. അപ്പോൾ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കണ്ടില്ലേ നല്ല ഒരു എന്താ പറയുക അടിപൊളി ഡിസ്പ്ലേ എക്സ്പീരിയൻസ് ആണ് വരുന്നത്. ഇത് LTPO പാനലാണ് കൊടുത്തിരിക്കുന്നത്. കവർ ഡിസ്പ്ലേ ആണെങ്കിലും നല്ലൊരു AMOLED പാനലാണ്, 120 Hz റിഫ്രഷ് റേറ്റ് ആണ്. അതേപോലെ 2600 പീക്ക് ബ്രൈറ്റ്നസ് ആണ്, ഡോൾബി വിഷൻ സപ്പോർട്ട് ഉണ്ട്. അതേപോലെ 21:9 ആസ്പെക്ട് റേഷ്യോ ഉണ്ട്. ഇനി ബാക്ക് പാനൽ എടുത്തു കഴിഞ്ഞാൽ ക്യാമറ സെറ്റപ്പ് ഉണ്ട്, ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. അതിനൊപ്പം തന്നെ ലൈക്കേൻ്റെ ബ്രാൻഡിങ് കാണാം. ബാക്കിലത്തെ ഫിനിഷിങ് വളരെ സ്റ്റൈലിഷ് ആണ്. 3-4 കളേഴ്സിൽ വരുന്നുണ്ട്. ഒരു ബ്ലാക്ക് കളറുണ്ട്, പിന്നെ ഇത് നമുക്കൊരു ഗോൾഡ് കളറും വരുന്നുണ്ട്. പിന്നെ താഴെ നമുക്ക് USB Type-C പോർട്ടും സ്പീക്കർ യൂണിറ്റുമാണ് വരുന്നത്. ഫ്രണ്ട് പാനലിൽ തന്നെ നമുക്ക് ഫ്രണ്ട് ഡിസ്പ്ലേ തന്നെ നല്ലൊരു ബ്രൈറ്റ് ഡിസ്പ്ലേ ആണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു കവർ ഡിസ്പ്ലേ യൂസ് ചെയ്താൽ തന്നെ നോർമൽ യൂസേജ് നടക്കും. പിന്നെ മൂവീസൊക്കെ വാച്ച് ചെയ്യാനാണെങ്കിലാണ് നമുക്ക് അൺഫോൾഡ് ചെയ്ത് ഡിസ്പ്ലേ നമുക്ക് യൂസ്ഫുൾ വരുന്നത്. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഡെഫിനറ്റ്ലി പറയാൻ നമുക്ക് ഇതിനെക്കുറിച്ച് പറയുന്നത്. പിന്നെ അകത്തെ ഡിസ്പ്ലേ ആണെങ്കിലും HDR10+ ഡോൾബി വിഷൻ സപ്പോർട്ട് ചെയ്ത ഡിസ്പ്ലേ ആണ്. അപ്പോൾ LTPO പാനലാണ്. പിന്നെ നമുക്ക് സോഫ്റ്റ്വെയറിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താണില്ലേ, മൈ ഡിവൈസ് എടുത്തു കഴിഞ്ഞാൽ മിക്സ് ഫോൾഡ് 3 ഡീറ്റെയിൽ സ്പെക്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാം Android 13 ഔട്ട് ഓഫ് ദ ബോക്സ് ആണ്. ഇത് ചൈനീസ് വേർഷൻ ആയിട്ട്, അപ്പോൾ നമുക്ക് ഇന്ത്യൻ റോം അല്ല. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള ഒപ്റ്റിമൈസേഷൻ ആയിരിക്കും വന്നിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു സ്റ്റൈലിഷ് ലുക്കിംഗ് ഡിവൈസാണ്. പിന്നെ ഇത് പവർ ചെയ്തിരിക്കുന്നത് സ്നാപ്ഡ്രാഗണിൻ്റെ 8 Gen 2 പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ നമുക്ക് കണ്ടില്ലേ, ഒറ്റ കൈ കൊണ്ട് തന്നെ എനിക്ക് ആക്ച്വലി ഫോൾഡബിൾ ഡിസ്പ്ലേ തുറക്കാം. അത്രയും എന്താ പറയുക, ഹിഞ്ച് വളരെ ഒരു സ്ട്രോങ് ആണ്. പിന്നെ ഹിഞ്ചിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് 5 ലക്ഷം ഫോൾഡിങ് അൺഫോൾഡിങ്ങിന് ട്യൂൺഡാണ്. അത് 5 ലക്ഷം തവണ നമുക്ക് ഫോൾഡ് ചെയ്ത് അൺഫോൾഡ് ചെയ്താൽ പോലും പ്രശ്നം വരില്ല, അത് മിനിമം. അപ്പോൾ ഓൾമോസ്റ്റ് ലൈക്ക് 5-6 വർഷം നമുക്ക് ഈസിലി പ്രോബ്ലംസ് ഒന്നും ഇല്ലാണ്ട് തന്നെ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് ഇതിൻ്റെ ഗ്യാരണ്ടി. പിന്നെ ക്യാമറ നമുക്കറിയാമല്ലോ, നമുക്ക് ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. ഒരു 50 MP പ്രൈമറി ക്യാമറ, f1.8 അപ്പർച്ചറാണ്, OIS ഉണ്ട്. പിന്നെ നമുക്ക് സെക്കൻഡറി കിട്ടുന്ന വേണ്ട ഒരു 10 MP ടെലിഫോട്ടോ, അതും OIS ഉണ്ട്. അത്
3.2x സൂമാണ് വരുന്നത്. അതിനൊപ്പം തന്നെ നമുക്ക് വേറൊരു മൂന്നാമത്തെ 10 മെഗാ പിക്സൽ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസിംഗ് സ്റ്റുഡിയോ ക്യാമറയാണ്. അത് 5x ഒപ്റ്റിക്കൽ സൂമാണ്. പിന്നെ ഒരു 12 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയാണ് വരുന്നത്. പിന്നെ ഫ്രണ്ടിൽ നമുക്ക് ഒരു 20 മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സെൽഫീസ് രണ്ട് ക്യാമറയിലും നമുക്ക് എടുക്കാവുന്നതാണ്. ഫ്രണ്ട് ക്യാമറയിൽ കവർ ഡിസ്പ്ലേയിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അൺഫോൾഡഡ് ഡിസ്പ്ലേയിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ലൈറ്റ് വെയിറ്റ് ആണ്, നമുക്ക് ഒരു സിംഗിൾ ഹാൻഡഡ്ലി ആക്ച്വലി മാനേജ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്. അപ്പോൾ നല്ല ഒരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ 4800 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്. ഫോൾഡബിൾ സീരീസിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും മികച്ച ബാറ്ററി ഓഫർ ചെയ്യുന്ന ഒരു ഡിവൈസാണ് മിക്സ് ഫോൾഡ് 3. കാരണം ഫോൾഡബിൾ രണ്ട് വലിയ ഡിസ്പ്ലേ ഉണ്ട്. അപ്പോൾ അത് പവർ ചെയ്യണമെങ്കിൽ ആക്ച്വലി നല്ലൊരു ബാറ്ററി വരും. പക്ഷേ ഇവിടെ നമുക്ക് നല്ലൊരു ബാറ്ററി ലൈഫാണ്. പിന്നെ 67 വാട്ട് ഫാസ്റ്റ് ചാർജിങ്ങും അതേപോലെ 50 വാട്ട് വയർലെസ് ചാർജിങ്ങും ഉണ്ട്. ഒട്ടുമിക്ക ഫോൾഡബിൾ ഡിവൈസിലും വയർലെസ് ചാർജിങ് ഉണ്ടാവണം നിർബന്ധമില്ല. പക്ഷേ ഇവിടെ നമുക്ക് വയർലെസ് ചാർജിങ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് പറയാം. പിന്നെ MIUI ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ല ഓവറോൾ ക്വാളിറ്റീൻ്റെ കാര്യത്തിലാണെങ്കിലും ഒരു മികച്ച ഫോൾഡബിൾ ഡിസ്പ്ലേ ആണ്, ഫോൾഡബിൾ ഡിവൈസാണ് Xiaomi Mix Fold 3 ഓഫർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതായിരുന്നു എക്സ്പീരിയൻസ്. അപ്പോൾ നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കൂടി വേണം. ക്യാമറ സാമ്പിൾസ് നമുക്ക് വളരെ ലിമിറ്റഡ് ടൈമേ കിട്ടിയുള്ളൂ ഡിവൈസ് ടെസ്റ്റ് ചെയ്യാൻ. ഒരു ഫുൾ ഫ്ലെജ് ടെസ്റ്റിംഗ് ഒന്നും നടന്നിട്ടില്ല. കാരണം നമ്മൾ Xiaomi 13 Ultra നമുക്ക് ആക്ച്വലി 2-3 ദിവസം ടെസ്റ്റ് ചെയ്യാൻ കിട്ടിയിരുന്നു. ഇവിടെ നമുക്ക് വളരെ ചുരുക്കം കുറച്ച് സമയം കിട്ടിയുള്ളൂ. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് ക്യാമറ സാമ്പിൾസ് എടുക്കണ്ടേ. ഇത് ആക്ച്വലി പ്രോപ്പറായി നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പോലും പറ്റിയില്ല. എങ്കിലും നിങ്ങൾക്ക് ആ ക്യാമറ സാമ്പിൾസ് ഒന്ന് കാണാം. ഇതെല്ലാം Xiaomi Mix Fold 3 എടുത്ത ക്യാമറ സാമ്പിൾസ് ആണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു Xiaomi Mix Fold 3ൻ്റെ എൻ്റെ ഒരു എക്സ്പീരിയൻസ്. അപ്പോൾ എനിക്ക് വളരെ ഇംപ്രസ്ഡ് ആയിട്ട് തോന്നി. കാരണം ഇതിൽ 1-2 കാര്യങ്ങൾ എനിക്ക് എടുത്തു പറയേണ്ടത്. ഒന്ന് എന്താ വെച്ചാൽ അതിൻ്റെ സ്ലിംനെസ്. കാരണം സാംസങ് ഫോൾഡൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് വളരെ സ്ലിമ്മാണ്, ലൈറ്റ് വെയ്റ്റുമാണ്. പിന്നെ നമ്മൾ ഫോൾഡ് ചെയ്താലും അൺഫോൾഡ് ചെയ്താലും ഒട്ടും തന്നെ കയ്യിലൊരു ഭാരം തോന്നത്തില്ല. അതാണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് എക്സ്പീരിയൻസ് പറയാവുന്നത്. നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. നമുക്കൊരു 259 ഗ്രാംസ് പറഞ്ഞാൽ സാധാരണ ഫോണായിട്ട് അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഹെവിയാണ്. പക്ഷേ നമ്മളൊരു ഫോൾഡബിൾ ഡിവൈസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ആക്ച്വലി നല്ല ലൈറ്റ് വെയിറ്റ് ഫോൾഡബിൾ ആണെന്ന് ഡെഫിനറ്റ്ലി നമുക്ക് പറയാൻ സാധിക്കും. പിന്നെ നല്ലൊരു ഡിസ്പ്ലേ ക്വാളിറ്റിയാണ്, കിഡിലൻ ഡിസ്പ്ലേ ആണ്. ഇൻഫാക്റ്റ് കവർ ഡിസ്പ്ലേക്ക് 2600 നിറ്റ്സ് ആണ് പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത്. അതും OLED പാനലാണ്, 120 Hz റിഫ്രഷ് റേറ്റ്, HDR10+ എല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നെ അകത്തെ ഡിസ്പ്ലേന് 8.03 ഇഞ്ച് ഡിസ്പ്ലേ ആണ്. അതുമാത്രമല്ല അതിനകത്തും ഇതേ പറഞ്ഞമാതിരി 120 Hz റിഫ്രഷ് റേറ്റ്, OLED പാനലാണ്, LTPO പാനലാണ്. അതിനകത്ത് 1300 നിറ്റ്സ് ഓഫ് പീക്ക് ബ്രൈറ്റ്നസ് ആണ്. അറൌണ്ട് 88-89% ആണ് സ്ക്രീൻ ടു ബോഡി റേഷ്യോ. ബെസൽസ് ആണെങ്കിലും തന്നെ വളരെ മിനിമലിസ്റ്റിക് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് വേറൊരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് ആട്ടോ. അപ്പോൾ ഓവറോൾ എക്സ്പീരിയൻസ് പറയുന്നത് നല്ലതാണ്. ഇനി ഇത് വരുന്നുണ്ടോ, എന്തിനാണ് ഇവിടെ ഷോക്കേസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ Xiaomi അവരുടെ കേപ്പബിലിറ്റീസ് ഓരോന്നോരോന്നായിട്ട് ഇന്ത്യയിൽ ഷോക്കേസ് ചെയ്യാണ്. ഈ വർഷം ഫോൾഡ് ഇറങ്ങുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കൺഫേം ആയി കിട്ടിയ ന്യൂസ്. പക്ഷേ പ്രോബബ്ലി എൻ്റെ ഒരു ഗസ് ശരിയാണെങ്കിൽ അടുത്ത വർഷം ചിലപ്പോൾ കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട്. കാരണം അവരെ ഇവാലുവേറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ കൊണ്ടുവരാത്ത എന്താണെന്ന് വെച്ചാൽ ഇത് പ്രീമിയം ഡിവൈസാണ്. ഒബ്വിയസ്ലി നമുക്കറിയാം ഒരു 1.25 ലക്ഷം അല്ലെങ്കിൽ 1.5 ലക്ഷമൊക്കെ വരുന്ന ഒരു ഡിവൈസാണ്. കാരണം ഫോൾഡബിൾ ഡിസ്പ്ലേസ് ഒബ്വിയസ്ലി എക്സ്പെൻസീവ് ആണ്. അപ്പോൾ അവർ ഓരോന്ന് 1 സ്റ്റെപ്പ് ആയിട്ടാണ് കൊണ്ടുവരാൻ പ്ലാൻ ചെയ്യുന്നത്. ഇത്തവണ ഇറങ്ങിയ Xiaomi 13 Pro അടിപൊളി ഡിവൈസ് ആയിരുന്നു. 80,000-85,000 റുപ്പീസ് ആയിരുന്നെങ്കിലും അടിപൊളി സോളിഡ് ഡിവൈസ് എന്ന് പറയാം. അപ്പോൾ അതേപോലെ നമുക്ക് അവർ ഓരോന്നായി കൊണ്ടുവരാനാണ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ഈ വർഷം എന്താണെങ്കിൽ മിക്സ് ഫോൾഡ് 3 ഉണ്ടാവില്ല. പക്ഷേ അടുത്ത വർഷം പ്രോബബ്ലി ചിലപ്പോൾ 4 വേർഷൻ ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ. പക്ഷേ ഉറപ്പൊന്നുമില്ല, ചിലപ്പോൾ വരാം, ചിലപ്പോൾ വരാതിരിക്കാം. പക്ഷേ എങ്കിലും Xiaomi പ്രീമിയം ഡിവൈസ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം ഡെഫിനറ്റ്ലി ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു നല്ല ഒരു ആസ്പെക്റ്റ് എന്ന് പറയാവുന്നത്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ മിക്സ് ഫോൾഡ് 3ൻ്റെ ഒരു എക്സ്പീരിയൻസ്. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.